എല്ലാവർക്കും രേഖാമേനൻ ഹെർബൽ ചാനലിലേക്ക് സ്വാഗതം. ഈ സീരിയൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, സമയം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു ടിപ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ശനി ഞായറൊക്കെ ആയിട്ട് മാക്സിമം ടിപ്സ് എല്ലാം ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ടുള്ള എല്ലാത്തിനും നല്ല റിസൾട്ടാണ് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എനിക്ക് റിസൾട്ട് ഉള്ളതാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. റിസൾട്ട് ഇല്ലാത്തതൊന്നും ഇല്ല. എന്താ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന താളികളാണെങ്കിലും പാക്കാണെങ്കിലും എണ്ണകളാണെങ്കിലും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന, പാരമ്പര്യമായിട്ടൊക്കെ എല്ലാവരും തേക്കുന്ന ഒരു പ്രത്യേക താളിയാണ് കേട്ടോ. ഈ താളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എല്ലാവർക്കും ഓർമ്മ വരുന്നത് ചെമ്പരത്തി താളിയാണ്. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, എണ്ണ തേച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിക്കാട് തേച്ചാലൊന്നും എണ്ണ അധികം പോകുന്നില്ല എന്നുള്ളൊരു സംശയം എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെമ്പരത്തിത്താളിയുടെ ഇല കൊണ്ടുള്ള ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഹായ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇല കൊണ്ടിട്ട് നമുക്ക് താളി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെമ്പരത്തി ഇല എടുക്കുക. മിക്കവരുടെ വീട്ടിലുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും ചെമ്പരത്തിയില കിട്ടാനൊക്കെ. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്യുക, ഒരു ചട്ടി വാങ്ങിച്ചിട്ട് ഒരു കൊമ്പ് എവിടെന്നെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റും, വെയിൽ കിട്ടുന്നിടത്താണെങ്കിലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ മാവൊക്കെ നടുന്ന സമയമല്ലേ, ഈ നമ്മുടെ പിന്നിലും അതിൽ ചട്ടിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ചെമ്പരത്തിയുടെ പിടിപ്പിക്കാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇല്ലാത്തവർ ഇത് പിടിപ്പിക്കാം. വളരെയധികം ഗുണമുണ്ട് ചെമ്പരത്തിയുടെ ഇല കൊണ്ടും ചെമ്പരത്തി പൂ കൊണ്ടും എല്ലാം. നമുക്ക് നല്ല നല്ല ശരീരത്തിനുള്ളിലാണെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുന്ന രീതിയിൽ നല്ല നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കാം, ഇതിൽ ചെറു പ്രാണികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. പണ്ടുള്ള നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തേക്കുന്നുണ്ട് ഈ ചെമ്പരത്തിയുടെ ഇല കൊണ്ടുള്ള താളി. ഞാനും അങ്ങനെ തേച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ പിന്തുടർന്ന് പോകുന്നു. അതായത് ചെമ്പരത്തി ഇല കഴുകി എടുത്തിട്ട് അലക്കുകല്ലോ കരിങ്കല്ലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഉരച്ചിട്ട് അല്പം വെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കലക്കി പിഴിയുക, പിന്നെ ഉരയ്ക്കുക, പിന്നെയും അങ്ങനെയാണ് ഉരച്ചാണ് ഈ താളിയുടെ ഇല നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറി. അപ്പോൾ പണ്ടൊക്കെ കുട്ടികൾക്ക് സമയം കിട്ടിയിരുന്നു, 10 മണിക്ക് 9:30ക്കൊക്കെയാണ് സ്കൂള്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെയുള്ള സൗകര്യമൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ബിസിയാണ് എല്ലാവരും, കുട്ടികളാണെങ്കിലും ബിസിയാണ്, ജോലിക്കാരാണെങ്കിലും ബിസിയാണ്. അപ്പോൾ നമുക്ക് ഈ പഴയ പോലെ നമുക്ക് അങ്ങനെ ഉരച്ച് താളി എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നാട് ഓടുമ്പോൾ നടുവേ ഓടുക. അപ്പോൾ അതേപോലെ നമ്മൾ എന്താ ചെയ്യുക, എളുപ്പമാർഗം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം. അരച്ചിട്ട് ആ പിശറോടുകൂടി കിട്ടും നമുക്ക്, വെള്ളം പിശറൊക്കെ കൂടി കിട്ടും. അതിനെ നമ്മളൊരു തുണിയിൽ വെച്ചിട്ട്, ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ, ആ തുണിയിൽ വെച്ചിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതെ കണ്ടോ, ഇതുപോലെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇനി ഇത് ഇപ്പം തന്നെ കണ്ടോ, കൊഴുപ്പുണ്ട് കണ്ടോ. ഇനി ഇത് നമ്മളൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ, അരിച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം ചെമ്പരത്തിയുടെ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തുണിയിൽ വെച്ചിട്ട്
മറ്റുള്ള താളി പോലെ നമുക്ക് എളുപ്പമൊന്ന് പിഴിഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും നമ്മൾ ഇതുപോലെ കോട്ടൺ തുണിയിലാകുമ്പോൾ വന്നാണ്ടോ, ഇതാകുമ്പോൾ പിശറൊന്നും ഉണ്ടാവില്ല. തലമുടിയിലും തലോട്ടിയിലും ഒന്നും പിശറുണ്ടാവില്ല. ഉണ്ടോ? നല്ല കൊഴുപ്പാട്ടോ. ഒന്ന് അയഞ്ഞ് പിഴിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. തല തോർത്തിലാണെങ്കിലും പിഴിയാട്ടോ. അപ്പൊ ചെറിയൊരു നെറ്റ് പോലെ ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് ഒരു തരി പോലും പിശർ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കോട്ടൺ തുണി സജസ്റ്റ് ചെയ്തത് കേട്ടോ, പറഞ്ഞത്. കണ്ടോ? ഈ ചെമ്പരത്തിയുടെ താളി തേച്ച് കുളിച്ചാലുണ്ടല്ലോ നല്ല ഉറക്കം കിട്ടും കേട്ടോ. കാരണം തലയ്ക്കും നല്ല നല്ല തണുപ്പായിരിക്കും, നല്ല സുഖം കിട്ടും. താരൻ പോകും, അങ്ങനെ മുടി വളരും. നല്ല റിസൾട്ടാണ് കേട്ടോ ഇത്. ഇടയ്ക്കിടയ്ക്ക് തേക്കുന്നത് നല്ല റിസൾട്ടാണ്. എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ താളി തലേ ദിവസം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിച്ചു പിടിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ പിറ്റേ ദിവസം തേച്ച് കുളിക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് രാവിലെ ഒന്നും നമുക്ക് നേരം കിട്ടിയെന്ന് വരില്ല. ഈ താളി പറിക്കുക, കഴുകുക, വൃത്തിയാക്കാം, എന്നിട്ട് താളി എടുക്കുക, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവനിങ് ടൈമിൽ ഇതെല്ലാം റെഡിയാക്കി ഞാൻ പറയുന്ന പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അല്പം വെള്ളം ചേർത്ത് ക്രഷ് ചെയ്ത് ഇതുപോലെ നീരെടുക്കാം. നീരെടുത്ത് വെച്ചിട്ട് ഇതിൽ നമ്മളൊരു സൂത്രം, ആ സൂത്രം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ആ സൂത്രം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ സൂത്രം കേട്ടോ. നമ്മൾ കഷായത്തിന് മേമ്പൊടി ശർക്കര എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തിനും ഈ നെല്ലിക്കപ്പൊടി, ഇതാണ് നെല്ലിക്കപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. ആംല പൗഡർ എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നീരിൽ, താളിയിൽ നമുക്ക് ചേർക്കാം. പിന്നെ ഇത് ഓരോരുത്തർക്കും എന്തോരം ആവശ്യമുള്ള അത് ഞാൻ പറയുന്ന പോലെ തന്നെ ആവശ്യമുള്ളത്ര എടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഒരു 3-4 സ്പൂൺ എടുക്കും, നമ്മുടെ ആംല പൗഡർ ഇടും. എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. കൊഴുപ്പ് കൂടുതലുള്ള കാരണം നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, കുഴച്ചുകൊണ്ടിരുന്ന് അത് മിക്സ് ആയിക്കോളൂ കേട്ടോ. ഇതിങ്ങനെ മിക്സ് ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ തന്നെ സമയമുള്ളവർക്കാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തലേ ദിവസം ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് എണീറ്റ വഴി തലമുടിയിലും തലയോട്ടിയിലും എല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇത് ഞാൻ തേച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന്, പാക്കൊക്കെ. അതേപോലെ തലമുടിയുടെ ഇവിടെ ഇടയിൽ തലയോട്ടിയിലെല്ലാം തേച്ച് മുടിയിലും മുഖത്തിലും നമുക്ക് തേച്ച് പിടിപ്പിച്ച് കെട്ടി വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ സമയമുള്ള പോലെ നമുക്ക് ഇത് തേച്ച് തലയിൽ വെച്ചിട്ട് നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഇത് തേച്ച് നമുക്ക് ജോലിയൊക്കെ ചെയ്യാം. ജോലി ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ നെല്ലിക്കപ്പൊടി ഉള്ളതുകൊണ്ട് നമ്മുടെ എണ്ണമയം അതുപോലെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ തലമുടിയിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അഴുക്കും തലയിൽ പോകും, താരൻ പോകും, പേനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും കേട്ടോ.
മുടി വളരും. നെല്ലിക്കപ്പൊടി ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ. മുടിക്ക് ഒരു കറുപ്പും കിട്ടും, ബലം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും നമുക്ക് നെല്ലിക്കപ്പൊടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തലയ്ക്ക് നല്ല തണുപ്പാണ്, നമുക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് സമയമുള്ള പോലെ നമ്മളിപ്പോൾ തലേ ദിവസം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ വഴി നമ്മളിത് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. കുളിക്കേണ്ട സമയത്ത് അങ്ങനെ തല കഴുകാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഗുണമാണ് കേട്ടോ, നല്ല റിസൾട്ട്, 100% റിസൾട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്താൽ. പിന്നെ എന്നോട് ബീട്രൂട്ടിൻ്റെ പാക്കിൻ്റെ കാര്യം സംശയം ചോദിച്ചു, ഇത് തേച്ചാൽ മുടി വളരുമോ? തീർച്ചയായിട്ടും മുടി വളരും. കാരണം അതിലെ ഇൻഗ്രീഡിയൻസ് ഓരോന്നിനും ഗുണമുള്ള രീതിയിലാണ് കേട്ടോ. മുടിക്ക് സ്ട്രെങ്തൻ കിട്ടാൻ, രോമകൂപങ്ങൾ മാറ്റി അതിൻ്റെ മുടി വളർച്ച, ബേബി ഹെയർ വരാനുള്ള ഇതുണ്ട്, എല്ലാം അത് കേട്ടോ. നമുക്ക് മുടി കൊഴിച്ചിൽ മാറും. എല്ലാത്തിനും ഓരോന്നിനും ഓരോ ഐറ്റംസ് നിങ്ങൾ കണ്ടല്ലോ എന്തെല്ലാം ചേർക്കുന്നതെന്ന്. പിന്നെ അത് നമുക്കൊരു 5 ദിവസം വേണമെങ്കിൽ പാക്ക് സൂക്ഷിക്കാം കേട്ടോ. 5-6 ദിവസം വരെയും സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെറുതെ വെച്ചാൽ മതി കേട്ടോ, സൂക്ഷിക്കാം. പിന്നെ അതുപോലെ മുട്ടയുടെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിറ്റേ ദിവസത്തേക്കൊക്കെ ഒന്ന് തേച്ചാൽ ഈ 5 ദിവസം വെച്ചാലും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. സമയമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി 2 പ്രാവശ്യം ആഴ്ചയിൽ തേക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇതുപോലെ തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉപയോഗിക്കണം കേട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ടാണ്. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ടിപ്പാണ്, ഇത് ഉപയോഗിക്കുക. താളി നിങ്ങൾക്ക് മുടി നീട്ടം വയ്ക്കും കേട്ടോ, നല്ലോണം നീട്ടം വയ്ക്കും. മുടി വിടുത്തി കെട്ടി വെക്കണം രാത്രി സമയങ്ങളിൽ കേട്ടോ. അപ്പോൾ മുടി അഴിച്ചിട്ട് കിടക്കരുത്. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരും.